work. Okay, അപ്പം 16 മുതൽ കർമ്മയോഗ 16 മുതൽ 20 വരെ ഇംഗ്ലീഷ് വായിച്ചു വന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. 16. My dear Arjuna, a man who does not follow his prescribed Vedic system of sacrifice certainly leads a life of sin. For a person delighting only in the senses lives in vain. 17. One who is, however, taking pleasure in all the self, who is illuminated in the self, who rejoices in and is satisfied with the self only, is fully stated. For him there is no duty. 18. A self-realized man who has no purpose to fulfill in the discharge of his prescribed duty, nor has he any reason to perform such work, nor he has any need to depend on any other living being. 19. Therefore, without being attached to the fruit of activities, one should act as a matter of duty, for by working without attachment, one attains the supreme. 20. Even kings like Janaka and others attain the perfectional stage by performance of prescribed duties. Therefore, just for the sake of educating people in general, you should perform your work. Okay. ഇതിപ്പം നിങ്ങളെ പഠിപ്പിച്ചല്ലേ ഇതെല്ലാം അല്ലേ? അല്ലെ, ഇത് വന്നില്ലായിരുന്നു അല്ലെ? കുഴപ്പമില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കയറുന്നില്ല. ഇപ്പൊ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്താ പറഞ്ഞേക്കുന്നുള്ള നമ്മള് ഇന്ന് നോക്കുന്നില്ല. ഇപ്പൊ ഫൈനൽ പറഞ്ഞേക്കുന്നത്, ഫൈനൽ വേഴ്സ് 20 എന്ന് പറഞ്ഞേക്കുന്നത്, കിങ് സച്ച് ആസ് ജനക അറ്റൈൻ പെർഫെക്ഷൻ സോൺലി ബൈ പെർഫോമൻസ് ഓഫ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്. ഇപ്പൊ ജനക മഹാരാജാവിന്റെ കഥ, ജനക മഹാരാജ്, ഇപ്പം നമ്മൾ വിചാരിക്കും ജനക മഹാരാജാവ് ഈ അറിവ് കിട്ടിയിട്ട് പെർഫോം ചെയ്തു അല്ലെ? ഇത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നും. ഈ അറിവെല്ലാം കിട്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് ഏതൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട് അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് അതാണ്. ഇത് ഒന്നും ശരിക്കും മനസ്സിലാകണ്ട എന്നും പറഞ്ഞ് എഴുതിയേക്കുന്ന വേഴ്സസ് ഇതൊക്കെ ആൾക്കാർക്ക് ഡയറക്റ്റ് വായിച്ച് തെറ്റിദ്ധരിച്ച് തെറ്റായിട്ട് ചെയ്യും. അതാണ് ശരിക്കും ഇതിങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇതെല്ലാം ട്വിലൈറ്റ് ലാംഗ്വേജ്, ട്വിലൈറ്റ് സന്ധ്യാഭാഷ. ഇത് ഡീകോഡ് ചെയ്തെടുക്കണമെങ്കിൽ ശരിക്കും നമുക്ക് നമ്മുടെ ഗുരുവിന്റെ ആവശ്യമുണ്ട്. അതാണ് ശരിക്കും നമ്മൾ ഈ ബുക്സ് വായിക്കുന്നത്. കാരണം അവർ ഡീകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഡീകോഡ് ചെയ്യണമെങ്കിൽ കൃഷ്ണനോട് ചോദിച്ചിട്ട് കൃഷ്ണനാണ് ഇതെല്ലാം ഡീകോഡ് ചെയ്ത് തരുന്നത്. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്താണ്, നമുക്ക് ഇന്ന് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. നാളെ ഈ സെയിം വേഴ്സ് വായിക്കുകയാണെങ്കിൽ വേറെ മീനിങ് ആയിരിക്കും. മനസ്സിലായോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ, ഇപ്പൊ ഇന്നലെ വന്ന നിങ്ങളല്ല ഇന്ന് വന്നേക്കുന്നല്ലേ. നിങ്ങളുടെ തോട്ട്സ് വ്യത്യാസമാണ്, മൈൻഡ് വ്യത്യാസമാണ്, ഇമോഷൻസ് വ്യത്യാസമാണ്, സ്റ്റേറ്റ് വ്യത്യാസമാണ്, ലൈഫ് വ്യത്യാസമാണ്. ഇന്നലെ കരഞ്ഞോണ്ടിരുന്ന അപൂർവം ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പല കാരണങ്ങള്. അപ്പൊ നിങ്ങൾ ചേഞ്ച്ഡ് ആയി. അപ്പൊ ചേഞ്ച്ഡ് ആയപ്പോൾ സെയിം മീനിങ് എങ്ങനെ വരാൻ പറ്റും സെയിം വേഴ്സിൽ? അതാ പറയുന്നത്, നമുക്ക് ശരിക്കും ഇത് ഡീകോഡ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിന് വ്യത്യാസമുണ്ട്, ചക്ര വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇന്ന് ഫംഗ്ഷൻ ചെയ്യുന്ന ചക്ര വ്യത്യാസമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, ഇന്നലത്തെ അല്ല, ടോട്ടലി ഡിഫറെന്റ്. അതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ ജനക മഹാരാജാവിന് അഷ്ടവക്ര മുനി ആണ് ശരിക്കും എൻലൈറ്റ്മെന്റ് കൊടുത്തത്. അപ്പൊ അതിന്റെ ഫുൾ സ്റ്റോറി ശരിക്കും ഇട്ടായിരുന്നു ഗ്രൂപ്പിൽ. ഞങ്ങൾക്ക് ഇന്നലെ ഫുള്ള് ശരിക്കും കൃഷ്ണൻ, ഇന്നലെ ഈ സെഷൻ കഴിഞ്ഞ പിന്നെ ഫുള്ള് കൃഷ്ണൻ ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കും ഇന്നത്തെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു കഥ ഈ അഷ്ടവക്ര മുനി ജനക മഹാരാജാവിന് എൻലൈറ്റ്മെന്റ് കൊടുത്ത കഥയുണ്ട്. അപ്പം അഷ്ടവക്ര മുനി ആരെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടല്ലോ.
അഷ്ടവക്രമുനി ശ്രീരാമന്റെ സമയത്ത് ജീവിച്ചിരുന്ന കഥയാണ് ശരിക്കും അതിലുള്ളത്. നമ്മൾ കണ്ട കൃഷ്ണന്റെ സമയത്ത് വന്ന കഥയല്ലേ. അപ്പൊ അവര് 2000 years ഒക്കെ ജീവിച്ചിരിക്കുന്നത്, സാധാരണ ആൾക്കാരില്ല. അപ്പം അത് എങ്ങനെയാണ്, എന്താണ് ടീച്ചിങ്സ് എല്ലാം ഞങ്ങൾക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ പഠിപ്പിച്ചുതരാം. ഇന്ന് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും പഠിപ്പിച്ചുതരും. ചിലപ്പം ഭഗവത്ഗീത കഴിഞ്ഞേ പഠിപ്പിക്കത്തുള്ളൂ. അതിന്റെ ഡീറ്റെയിൽ ചെറുതായിട്ട് ഇവള് പറഞ്ഞുതരും എന്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു ഫുൾ സ്റ്റോറി മേ ബി 1 year 2 years, എനിക്ക് എത്ര വർഷം എന്നറിയത്തില്ല, ശരിക്കും അത്രയും നാള് അഷ്ടവക്ര മുനിയുടെ കൂടെ ഇരുന്ന് പ്രോസസ്സ്, ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പോലെ പ്രോസസ്സ് കണ്ടക്ട് ചെയ്ത്, ഉള്ളിലുള്ള പ്രോസസ്സ്, മനസ്സിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ്, ഞാൻ ഈ പറയുന്ന ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ ആ കഥയ്ക്കകത്തുണ്ട്. ശരിക്കും ജനക മഹാരാജനോട് പറയും, കണ്ണടച്ചിരിക്കാൻ പറയാം, എന്നിട്ട് തോട്ട്സ് വാച്ച് ചെയ്യാൻ പറയാം, എന്നിട്ട് സ്റ്റോറീസ് കാണാൻ പറ്റും, പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാം എൻ്റെ അകത്തുണ്ട് ശരിക്കും. അഷ്ടവക്ര ഗീത എന്ന് പറയും. അപ്പൊ അതൊക്കെ ഫ്യൂച്ചറിൽ പഠിപ്പിക്കാൻ വെച്ചേക്കുന്ന വേഴ്സസ്, അതൊക്കെ സ്ക്രിപ്റ്റേഴ്സ്. പക്ഷെ അതിപ്പോ വരുവാണെങ്കിൽ അതിന് ചെറിയൊരു എലമെന്റ് എടുത്ത് പഠിപ്പിച്ചു. ബേസിക്കലി ഞാൻ പറയുന്നത് വെച്ചാൽ ജനക അറ്റൈൻ പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര പ്രോസസ്സിൽ കൂടെ പോയി ഒരു ക്രിട്ടിക്കൽ സമയത്ത് അഷ്ടവക്രമുനി അവേക്കനിങ് കൊടുത്ത് ജ്ഞാനം ഉള്ളിൽ നിന്ന് ഫ്ലവർ ചെയ്യിച്ച് ഹൈ സ്റ്റേറ്റ് കൊടുത്തിട്ട്, എൻലൈറ്റൻ സ്റ്റേറ്റ് കൊടുത്തിട്ട് പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പൊ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ജനക മഹാരാജാവിന്റെ മനസ്സിൽ വരുന്ന തോട്ട്സ് വെച്ചിട്ടോ ഡിസിഷൻസ് വെച്ചിട്ടോ ടെൻഡൻസീസ് പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടോ ഒന്നും ചെയ്യുന്നതല്ല പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്. പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഡിവൈൻ കൊടുക്കുന്ന ഡ്യൂട്ടീസ് ആണ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്. രാജ്യത്തിന്റെ ഡ്യൂട്ടീസ് അല്ല, രാജ്യത്തിന്റെ കാര്യങ്ങൾ തന്നെ, പക്ഷെ അത് വേറെ ടോട്ടലി ഡിഫറെന്റ് രീതിയിലാണ് ശരിക്കും ഡിവൈൻ ഡയറക്റ്റ് കൊടുക്കും ആ സമയത്ത്. അപ്പൊ പെർഫോമൻസ് ഓഫ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനക മഹാരാജ ചെയ്യുന്നില്ല, ഒരു ഡ്യൂട്ടിയും ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എനിക്ക് വേണം. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് ഈ 16 മുതൽ നമ്മൾ വായിച്ചത്. One who does not follow in human life the cycle of sacrifice that's established by Vedas. വേദങ്ങൾ അനുസരിച്ച് ജീവിക്കാത്തവൻ leads a full life of sin. Living only for the satisfaction of the senses, such a person lives in vain. സെൻസസിന് വേണ്ടി മാത്രം നമ്മൾ ഇന്നലെ ഒത്തിരി ഡിസ്കസ് ചെയ്ത ജീവിക്കുന്നവൻ എന്നുവെച്ചാൽ സുഖം ദുഃഖം അവോയ്ഡ് പെയിൻ, അട്രാക്ട് പ്ലഷർ, ഇത് രണ്ടെണ്ണമാണ് നമ്മൾ സാധാരണ മനുഷ്യർ ചെയ്യുന്നത്. അത് മാത്രമാണ് നമ്മുടെ ജീവിതമെങ്കിൽ അത് ലൈഫ് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആണെന്നുള്ളതാണ്, ഇൻ വെയിൻ. ബട്ട് ഫോർ വൺ ഹു ടേക്സ് പ്ലഷർ ഇൻ ദ സെൽഫ്, ഇപ്പം നമ്മുടെ ആത്മീയമായ ഹയർ സെൻസ് പ്ലഷേഴ്സിൽ എൻഗേജ് ചെയ്യുന്നത്, അതായത് ഡിവൈൻ ലവിൽ ഇരിക്കുന്ന ആൾക്കാർ, ഹ്യൂമൻ ലൈഫ് ഈസ് വൺ ഫോർ സെൽഫ് റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷന് വേണ്ടി ആണ് ശരിക്കും ആ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാള് ആൻഡ് ഹു സാറ്റിസ്ഫൈഡ് ഇൻ സെൽഫ് ഫുള്ളി, എന്ന് വെച്ചാൽ ശരിക്കും മനസ്സിൽ ജസ്റ്റ് ഇരുന്നാൽ തന്നെ ഫുൾ സാറ്റിസ്ഫാക്ഷനിലായിരിക്കുന്നത്, എന്ന് വെച്ചാൽ ലൈഫ് ഒന്നുമില്ല. ഇപ്പൊ ജനക മഹാരാജാവ് ഭയങ്കര ടെറിബിൾ സിറ്റുവേഷൻ ഇരിക്കുക, എന്ന് വെച്ചാൽ രാജ്യം ശരിക്കും അറ്റാക്ക് ചെയ്യാൻ പോവുക, ഒരുപാട് എനിമീസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പോവുക, രാജ്യത്തുള്ള എല്ലാവരും പേടിച്ചിരിക്കും, മിലിറ്ററി ആൾക്കാർ വരെ, കാരണം അവരെക്കാട്ടി ഭയങ്കര പവർഫുൾ ആൾക്കാരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ സ്റ്റോറീസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സീതയുടെ അച്ഛനാ കേട്ടോ ജനക മഹാരാജ, രാമന്റെ സീതയുടെ അച്ഛൻ. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് വരും കേട്ടോ. ഇതിനകത്ത് പറയുന്നില്ലല്ലോ സീതാസ് ഫാദർ എന്ന്, ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നു. അപ്പം ഫുള്ളി സാറ്റിസ്ഫൈഡ് ഇൻ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ മാക്സിമം ഇപ്പം
കംപ്ലീറ്റ് രാജ്യവും അറ്റാക്ക് ചെയ്തിട്ട് കോൺകർ ചെയ്ത് കിങ് മരിക്കാൻ പോവാ. അന്നേരം എങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റും? അന്നേരം അഷ്ടവക്രം പറയുന്നത് നീ കണ്ണടച്ച് സമാധാനത്തെ ഇരിക്കുന്നത്, അത് നിന്റെ ഇത് നിന്റെ ലോകമാണ്, അത് വേറെ ലോകമാണ്, ഇത് രണ്ടും വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ടീച്ചിങ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഉള്ളില് ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആയിട്ടിരിക്കാനും പുറത്ത് അതേസമയം ഇത്രയും ത്രെറ്റനിങ് സിറ്റുവേഷനിൽ ഇന്റലിജൻസ് വെച്ച് മൈൻഡ് പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പം ഇന്റലിജൻസ് ടച്ച് ചെയ്ത് പെർഫെക്റ്റ് ആക്ഷൻസ് പെർഫെക്റ്റ് ഡ്യൂട്ടീസ് പ്രിസ്ക്രൈബ് ചെയ്ത ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ജനക മഹാരാജാവിന് അഷ്ടവക്രം കൊടുക്കുന്നു. മനസ്സിലാവും? ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മനുഷ്യരുടെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വി വിൽ ബി ഇൻ വറി അല്ലെ ആങ്സൈറ്റി. അപ്പൊ ആങ്സൈറ്റി കയറി കഴിഞ്ഞാൽ ഇന്റലിജൻസ് വർക്ക് ചെയ്തില്ല. അപ്പം ഡിവൈൻഡ് ഡയറക്ഷൻസ് ഇൻറ്റ്യൂഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇൻറ്റ്യൂഷനുമായിട്ട് നമ്മൾ കട്ടായി പോകും. അപ്പൊ ചെയ്യുന്ന എല്ലാം മണ്ടത്തരമായിരിക്കും, എല്ലാം ലോസിലേ ചെല്ലത്തുള്ളൂ. ഇവൻച്വലി ചിലപ്പോൾ ടെമ്പററി ഗെയിൻ കിട്ടും, പക്ഷെ ഇവൻച്വൽ ലോസ് ആയിരിക്കും. അതാ പറയുന്നത്. അതേസമയം ഇതിന്റെ ഓപ്പോസിറ്റ് സെൽഫിൽ ഇരിക്കുമ്പം കറക്റ്റ് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷൻ ത്രൂ നമുക്ക് ഫീൽ ചെയ്യും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഫീലിംഗ് വരുമ്പം നമ്മൾ ആക്ട് ചെയ്യുന്നതാണ് ഈ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല ശരിക്കും ആക്ട് ചെയ്യുന്നത്. A self-realized man has no purpose to fulfill in the discharge of his prescribed duties. അപ്പം ഞാനല്ല ആക്ട് എന്ന് പറയുമ്പോൾ, നമ്മളല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പർപ്പസ് ഇല്ല ആക്ഷനിൽ. എന്ന് വെച്ചാൽ ജനക മഹാരാജാവിന് ഈ രാജ്യം എന്റെ രാജ്യമാണ്, എന്റെ രാജ്യം പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ സെൽഫ് പർപ്പസ് ഇല്ല അവിടെ. മനസ്സിലായി അല്ലെ? എനിക്ക് എന്താവും, എന്റെ മക്കൾക്ക് എന്താവും, എന്റെ ഫാമിലിക്ക് എന്താവും, എന്റെ ആൾക്കാർക്ക് എന്താവും, അങ്ങനെ ഞാൻ അങ്ങനെയുള്ള സംഭവം വരത്തില്ല. അതിലാണ് പർപ്പസ് ഇല്ലെന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? നോ പേർപ്പസ് ഹാസ് നോ റീസൺ. അപ്പൊ അതിൻ്റെ തന്നെ വരുമല്ലോ. ഇനി നീഡ്, സ്വന്തമായിട്ട് ആവശ്യങ്ങളൊന്നുമില്ല. എനിക്ക് ഈ രാജ്യം നഷ്ടപ്പെടാതിരുന്ന, എനിക്ക് എൻ്റെ സുഖം, എൻ്റെ പൊസിഷൻ, എൻ്റെ രാജ്യം, എൻ്റെ ഫെയിം, എൻ്റെ എന്താ പറയുക സ്റ്റേറ്റസ്, ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി എനിക്ക് ശരിക്കും ഹെൽപ്പ് വേണം അഷ്ടവക്ര കൃഷ്ണ എന്നല്ല പറയുന്നത്. മനസ്സിലായി? അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഹിഡൻ അജൻഡാസ് ഇല്ല ആ സമയത്ത്. എന്നുവെച്ചാൽ നേരത്തെ ഉണ്ട് കേട്ടോ, ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ട്, പക്ഷെ ഈ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ ഇല്ല. Therefore without പിന്നെ ഡിപ്പെൻഡൻസി ഇല്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ എനിക്ക് എൻ്റെ മിലിറ്ററി ലീഡർ ഭയങ്കര എഫിഷ്യൻ്റ്, ഇവൻ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യും, അപ്പോൾ ഒരു ഡിപ്പെൻഡൻസി വരുന്നുണ്ട് അവിടെ. അങ്ങനെ ഡിപ്പെൻഡൻസിയും ഇല്ലാത്ത സ്റ്റേറ്റ് ആണ് ഈ സെൽഫ് റിയലൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Therefore without being attached to the fruits of the action. അപ്പം തോക്കോ ജയിക്കോ എന്നുള്ള ആ എയിമും ഇല്ല, ഗോളില്ല. തോറ്റാൽ വിഷമം വരത്തില്ല, ജയിച്ചാൽ സന്തോഷം വരത്തില്ല. അതാണ് വിത്തൗട്ട് ബീങ് അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട്സ് ഓഫ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ ഒത്തിരി പഠിപ്പിച്ച നിങ്ങളെ കേട്ടോ 19. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പോകത്തില്ല. എന്റെ അകത്തോട്ട് കയറരുത് കേട്ടോ. അകത്തോട്ട് ഇനിയും ക്ലാസിന്റെ അകത്തോട്ട് കയറുമ്പോൾ ഫുൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ചോദിച്ചാൽ മതി. അടുത്ത സെഷനൊക്കെ ചോദിച്ചു ഇത് മനസ്സിലായില്ല അത് മനസ്സിലായില്ല ചോദിച്ചാൽ കേട്ടോ. ഓക്കെ. Without being attached to the fruits of activities, one should act as a matter of duty. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഡ്യൂട്ടി മാത്രം ഫോക്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഒരൊറ്റ വേർഡ്. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് പിന്നെ പഠിപ്പിക്കും. Without being attached to the fruits of activities, one should act as a matter of duty. അപ്പം ടെൻഷൻ വരില്ല, കാരണം നമ്മൾ ഫെയിൽ ആവോ എന്നറിയത്തില്ല. ഇപ്പൊ നമ്മളൊരു കോമ്പറ്റീഷന് പോവാണെങ്കിൽ, ഇപ്പൊ കോമ്പറ്റീഷന് എന്ത്, നമ്മളിപ്പോ ഒരു പാട്ട് പാടാൻ പോവുകയാണെങ്കിൽ കോമ്പറ്റീഷനകത്ത് കയറി നിന്ന് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനും വേറെയും ഫിയർ ആങ്സൈറ്റി, നമ്മൾ വിയർക്കാൻ തുടങ്ങും, വിറയ്ക്കാൻ തുടങ്ങും, ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം ജയിക്കോ തോക്കോ അങ്ങനെ ഭയങ്കര നമ്മൾ ഫോക്കസ്ഡ് ആണ്, നമുക്ക് പ്രൈസ് വേണം എന്നുള്ളൊരു ഫോക്കസ് ഉണ്ട്. അപ്പൊ പ്രൈസ് പോകും എന്നുള്ള പേടി വരും. ഈ പേടിയിൽ നിന്നാണ് നമുക്ക് ആ ഫുള്ള് ഈ നെർവസ്നെസ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ഫ്രൂട്ട്സ് ഓഫ് ആക്ടിവിറ്റീസ്. പക്ഷേ സപ്പോസ് പ്രോഗ്രാം കഴിഞ്ഞ്
എല്ലാവരും പ്രൈസും അനൗൺസ് ചെയ്തു. എന്നിട്ട് നമ്മളോട് പറയുന്നു ഈ നല്ലതായിട്ട് പാടിയായിരുന്നു, പ്രൈസ് തരാൻ പറ്റില്ല, പക്ഷെ ഒന്നുകൂടെ പാടാന്ന് ചോദിച്ചാൽ നമ്മൾ ചുമ്മാ കയറുന്നത് പാടാം. കാരണം പിന്നെ പേടിക്കാനൊന്നുമില്ല, പ്രൈസ് എന്തായാലും പോയി. അപ്പൊ കഴിഞ്ഞു, കോമ്പറ്റീഷൻ കഴിഞ്ഞു. അപ്പൊ റിസൾട്ട് പിന്നൊന്നും ഇല്ല നമുക്ക് പ്രതീക്ഷിക്കാൻ. സപ്പോസ് നമുക്ക് പ്രൈസ് കിട്ടിയാലും ഒരു പ്രാവശ്യം കൂടെ പാടാൻ പറഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് പാടാൻ പറ്റും, കാരണം ടെൻഷനില്ല. അപ്പൊ രണ്ട് രീതിയിലും ഈ റിസൾട്ട് ആണ് നമ്മുടെ എക്സ്പെക്റ്റഡ്. നമ്മൾ ഇന്നലെ എക്സ്പെക്ടേഷൻസ് കുറെ പഠിച്ചില്ല, എക്സ്പെക്ടേഷൻ ഇതിന്റെ അകത്ത് വരും. ഈ ഫ്യൂച്ചർ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് നെർവസ്നെസിന്റെ റീസൺ. അപ്പൊ ബൈ വർക്കിംഗ് വിത്തൗട്ട് അറ്റാച്ച്മെന്റ് വൺ അറ്റൈൻസ് എ സുപ്രീം. അപ്പൊ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഫ്യൂച്ചർ റിസൾട്ടിനോടും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആ സ്റ്റേറ്റ് നമുക്ക് കിട്ടാനാണ് നമ്മുടെ പ്രോസസ്സ്. വൺ അറ്റൈൻസ് സുപ്രീം. അങ്ങനെ ചെയ്യുമ്പോൾ വൺ അറ്റൈൻസ് സുപ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് മരണം കഴിഞ്ഞാൽ അറ്റൈൻ ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് ലൈഫിൽ നമ്മൾ ഇത് ഫങ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് സുപ്രീമിലിരുന്ന്, അതായത് രാധാകൃഷ്ണയിൽ ഇരുന്ന് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഭയങ്കരമായിട്ട് റിസൾട്ടും വരും, കാരണം നമുക്ക് ടെൻഷൻ ഇല്ല, വറി ഇല്ല, ഫിയർ ഇല്ല, ആങ്സൈറ്റി ഇല്ല, അങ്ങനെ. അപ്പൊ അതിന്റെ ദീക്ഷയാണ് തരുന്നത്. വെച്ചാൽ നമുക്ക് ശരിക്കും ലൈഫിൽ ആക്ട് ചെയ്യാൻ പറ്റണം, പക്ഷേ നമുക്ക് ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ്, സാധാരണ രീതിയിൽ പ്രോഗ്രസീവ് ആണ്. എന്ന് വെച്ചാൽ കുറെ നാള് ഇത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും, എന്നിട്ട് ഒരു സമയമാകുമ്പോൾ ഫ്രീ ആവും. ഇവള് ഒത്തിരി എന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ദുബായിലൊക്കെ വെച്ച്. എനിക്ക് ടെൻഷൻ ഇല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞു. അവസാനം കംപ്ലീറ്റ് ടെൻഷൻ വിട്ട് പെർഫോം ചെയ്തു. 10 വർഷമായിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക, കിട്ടി. ഇപ്പൊ കിട്ടിയ അതൊക്കെ ഇപ്പഴേ ദുബായിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് ഭയങ്കര ഫ്രീ ആയി. ദുബായിൽ വെച്ച് എന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത്. ഫസ്റ്റ് ദീക്ഷയ്ക്ക് വരുമ്പോഴേ, ദീക്ഷയ്ക്ക് ഇരിക്കാം പക്ഷെ എനിക്കിത് വേണം, അപ്പോഴേ റിസൾട്ട് ഫോക്കസ്ഡാ. അപ്പൊ നമുക്ക് വാണ്ടിങ്നെസ് വേണം എന്ന് പറയുമ്പോഴേ നമ്മൾ ഔട്ടായി, കാരണം നമ്മളല്ലേ അവിടെ വേണം എന്ന് പറയും. അപ്പൊ ഈ സെൽഫ്ലെസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ജനക മഹാരാജാവിന് വേറൊരു സ്റ്റേറ്റ്, അത് ശരിക്കും പറഞ്ഞാൽ അതാണ് സെൽഫ് റിയലൈസേഷൻ. അത് പറഞ്ഞില്ലേ, വൺ ഹൂസ്, ഫസ്റ്റ് വേഴ്സ് നമ്മൾ വായിച്ചില്ലേ, whose highest purpose, whose human life is one of self-realization. Self-realizationന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതും, അതാണ് പർപ്പസ്. അപ്പം ജനക മഹാരാജാവിന് ആ യുദ്ധം ചെയ്ത് ജനക മഹാരാജാവിന്റെ പൊസിഷൻ കീപ്പ് ചെയ്ത് അവിടെ വിക്ടറി ഉണ്ടായി. ഞാൻ സൂപ്പർ കിങ് ആണ്, ഈ വേൾഡിലെ ബെസ്റ്റ് കിങ് ആണ് ഞാൻ എന്നും പറഞ്ഞിട്ട്, പിന്നെ നല്ല രാജാവാണ്, ഏറ്റവും നല്ലതായിട്ട് പ്രജകളെ കെയർ ചെയ്യുന്ന രാജാവാണ്, അങ്ങനെയുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാനോ, അതിൻ്റെ അകത്തുനിന്ന് യുദ്ധം ചെയ്ത് ഇനിയും അടുത്ത 2-3 രാജ്യങ്ങളോട് കിട്ടി എൻ്റെ അസറ്റ്സ് എക്സ്പാൻഡ് ചെയ്യാനോ, ലോകം മൊത്തം കീഴടക്കാനോ, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഹയസ്റ്റ് പർപ്പസ് ജനക മഹാരാജ. സ്വന്തം പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് റിയലൈസേഷൻ. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴും മനസ്സ് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ശരിക്കും സെൽഫ് റിയലൈസേഷൻ. അപ്പൊ അതാണ് ശരിക്കും അൾട്ടിമേറ്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി രാജ്യം വിടും, എന്നുവെച്ചാൽ റിസൈൻ ചെയ്ത് പോകും. എനിക്ക് ഓക്കെ ആയി, എനിക്ക് ഇനി ഭഗവാൻ എടുക്കലിട്ട് പോവാം. കാരണം ഈ സെൽഫ് റിയലൈസേഷൻ കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് മേലോട്ട് കയറാനൊക്കത്തില്ല. മാപ്പ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, സെൽഫ് റിയലൈസേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്, വേദിക് കോസ്മോളജി പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അന്നേരം പഠിപ്പിച്ചു തരും എന്തൊക്കെയാണ് ഈ നമ്മുടെ വേൾഡ് ലോക്കാസ് ഏതൊക്കെയാണ്, അതിൻ്റെ അകത്ത് ഏതാണ് ശരിക്കും, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, അതിന്റെ ഏത് ഹൈറ്റ്സിലോട്ടാണ് പോകേണ്ടത്, കൃഷ്ണന്റെ അത് എവിടെ നിൽക്കുന്നത്, പല ഗോഡ്സ് എവിടെയൊക്കെയാണ് നിൽക്കുന്നത്, ഇതെല്ലാം പഠിപ്പിക്കും. അപ്പൊ അത് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും ശരിക്കും നമുക്ക് ഉയരങ്ങളിലോട്ട് കയറാനായിട്ട് ഫസ്റ്റ് പ്രീ ക്വാളിഫിക്കേഷൻ സെൽഫ് റിയലൈസേഷൻ. അപ്പൊ സെൽഫ് റിയലൈസ് സ്റ്റേറ്റ് കിട്ടുമ്പം നമുക്ക് ഈ സെൽഫ്ലെസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അതാണ് വൺ ഓഫ് ദ മെയിൻ സിംറ്റംസ്. ശരിക്കും അതല്ല സെൽഫ് റിയലൈസേഷൻ. അത് ഈ ഫുൾ രാജ്യവും കീഴടക്കി രാജ്യം വിൻ ചെയ്ത് പീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ജനക മഹാരാജാവിന് ഫുൾ വിക്ടറി ആയിട്ടില്ല, രാജ്യത്തിന് വിക്ടറി ആയിട്ടില്ല. ജനക മഹാരാജാവിന് വിക്ടറി ആണെങ്കിൽ അഷ്ടവക്രം പറയണം, ഇപ്പൊ നീ സെൽഫ് റിയലൈസ്ഡ് ആയി, ഈ ലെവലെത്തി, സെൽഫ് റിയലൈസേഷന്റെ ഈ ലെവലെത്തി, ഇപ്പൊ നീ ഓക്കെ ആണെന്ന് പറയണം.
ഗുരു ആണ് ശരിക്കും ഇത് ഫുൾ റൺ ചെയ്തത്. പൂർണ്ണമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൽഫ് എൻലൈറ്റൻഡ് ആണെങ്കിൽ, സെൽഫ് റിയലൈസേഷൻ എന്ന് വെച്ചാൽ നിർവാണ, എൻലൈറ്റൻമെന്റ്, ആത്മസാക്ഷാത്കാരം, ഇതെല്ലാം സെയിമാണ്. ഇത് അപ്പൊ ഈ സെൽഫ് റിയലൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ ആൾക്ക് ഈ ഗുരുവിന്റെ അടുക്ക് പിന്നെ തിരിച്ച് ഗുരുവിന്റെ അടുക്ക് ചെന്നിട്ടാണ് ചോദിക്കുന്നത്. ഇതിന്റെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഞങ്ങൾ. അപ്പൊ അതിനകത്ത് കോൺവെർസേഷൻ ഉണ്ടാവുക നല്ല രസമായിട്ട്. ആ ഗുരുവിന് എടുക്ക ചെന്നിട്ട് ചോദിക്കും, ഞാൻ ഇപ്പൊ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് ശരിക്കും സ്റ്റേബിളായിട്ട് നിൽക്കാനും പറ്റി, എനിക്ക് ശരിക്കും വിക്ടോറിയസ് ആവാനും പറ്റി. ഇപ്പൊ എന്റെ സ്റ്റേറ്റ് എന്തായി എന്നാ ചോദിക്കുന്നത്. രാജാവിന് അറിയത്തില്ല. അപ്പൊ ചിലപ്പം അഷ്ടവക്രം പറയും, ആയിട്ടില്ല, പോയിട്ടൊന്നുകൂടെ വരാൻ പറയും. മനസ്സിലായി? കാരണം ഇതിന് ലെവൽസ് ഉണ്ട്, സ്റ്റേജസ് ഉണ്ട്, സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ ചിലപ്പോ ഒന്നും എത്തി കാണത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ലെവൽ എത്തുമ്പം അതാണ് നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുന്നത്. നമ്മുടെ പ്രോഗ്രാംസ് ഇതെല്ലാം മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്, ലെവൽസ് എല്ലാം. ഒരു ലെവൽ എത്തുമ്പം സെൽഫ് റിയലൈസേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ പറയാം, ഇപ്പൊ നീ എലിജിബിൾ ആണ്, ഗോഡ്സ് വേൾഡ്സിലോട്ട് കയറാനുള്ള ഫസ്റ്റ് എലിജിബിലിറ്റി കിട്ടി എന്ന് പറയും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വൺ ടൈം ഒരാൾ സെൽഫ് റിയലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറിവേഴ്സിബിൾ. ഏത് ലെവലാണ് കിട്ടുന്നത് ആ ലെവൽ. അപ്പൊ ഈ സ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ബ്ലിസ് ഉണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ ബ്ലിസ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫിയറാ ശരിക്കും. എന്തെങ്കിലും പറ്റുമോ, അയ്യോ എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ഒരു ചെറിയൊരു ഫിയർ എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും, ഷേക്ക് ചെയ്തോണ്ടിരിക്കും. ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ പ്രശ്നം ഉണ്ടാവണമല്ലോ, ഒരു പ്രശ്നം ഇല്ലല്ലോ, എന്തോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട്, ഈ പ്രശ്നം എനിക്കുണ്ട് എന്നും പറഞ്ഞ് എന്തെങ്കിലും പിടിച്ചു കയറും. അതാണ് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്. പക്ഷെ സെൽഫ് റിയലൈസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻലൈറ്റൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനൊരു സ്റ്റേറ്റ് അല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ സ്റ്റേബിൾ ആയിരിക്കും. നമ്മളെ കടലിന്റെ അടിയിലോട്ട് പോകുമ്പോൾ മേളിൽ തിരകളായിരിക്കും. കടലിന്റെ അടിയിലോട്ട് പോകുമ്പോൾ സ്റ്റിൽ വാട്ടർ കിട്ടും. ഭയങ്കര വേവ്സ് മേളിൽ സ്റ്റോം ഒക്കെ ആയിരിക്കും. പക്ഷെ അടിയിൽ നോക്കുമ്പോൾ സ്റ്റിൽ വാട്ടർ സ്റ്റേബിൾ ആയിട്ട് കിടക്കുന്നു. അതേപോലെ നമ്മുടെ ആളുടെ ഉള്ളിൽ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല. ഇത് ആരാണ് സെൽഫ് റിയലൈസ്ഡ്, ആരാണ് സെൽഫ് റിയലൈസ്ഡ് അല്ല എന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം സർഫസ് ലെവലിൽ നിന്നുള്ള ആക്ഷൻസ് വെച്ചിട്ടോ മനസ്സ് വെച്ചിട്ടോ ഈവൻ വറീസ് വെച്ചിട്ടോ പോലും നമുക്ക് അറിയാനൊക്കത്തില്ല ആരാണ് ശരിക്കും സെൽഫ് റിയലൈസ്ഡ് എന്ന്. കൃഷ്ണൻ അറിയാനൊക്കെ. അതാണ് നമ്മൾ ശരിക്കും കൃഷ്ണനോട് ചോദിച്ചിട്ടാണ് പറയുന്നത്. ഈ സെൽഫ് റിയലൈസ്ഡ് ആകാൻ വേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇന്നലെ ഒന്നുകൂടെ ഇവള് പറഞ്ഞത്, മെസ്സേജ് ഇട്ടില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് റോളില്ല സെൽഫ് റിയലൈസ്ഡ് ആകാൻ വേണ്ടി. പക്ഷെ നിങ്ങൾക്ക് റോൾ എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മളല്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാണാൻ പഠിച്ചു. ഇന്ന് നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. മനസ്സിലായി? കാരണം പ്രിസ്ക്രൈബ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യും. പിന്നെ ഡ്രൈവിംഗ് എടുക്കുകയാണെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഓടിക്കുക. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പം, നാട്ടിലായിരുന്നപ്പം ചെന്നൈ വരെയൊക്കെ ഒറ്റ സ്ട്രെച്ചിന് ഡ്രൈവ് ചെയ്യും. 15 hours ഒക്കെ നോൺ സ്റ്റോപ്പ് ഡ്രൈവ് ചെയ്യും. ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഇറങ്ങത്ത പോലില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒറ്റ അടിക്ക് നാട്ടിൽ നിന്ന് പോണ്ടിച്ചേരി വരെ ഓടിക്കും, ഇറങ്ങാതെ സൈഡിൽ ഇരുന്ന് വാങ്ങിച്ചിട്ട് ഒറ്റ അടിക്ക് ഓടിക്കും. അപ്പൊ ഇച്ചിരി പാടാ കേട്ടോ, അന്നൊക്കെ സ്മൂത്തായിട്ട് ഓടിക്കും. അപ്പൊ അന്ന് ഓടിക്കുമ്പോ അന്നും ഇപ്പോഴും എനിക്ക് മെന്റലി പ്രശ്നമല്ല. മെന്റലി ശരിക്കും ഭയങ്കരമായിട്ട് എക്സ്റ്റസ് കയറും ഡ്രൈവ് ചെയ്യുമ്പോൾ. ഭയങ്കര ഇന്നലെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഫുള്ള് മൂവി കണ്ട് ഭയങ്കരമായിട്ട് പിന്നെ എൻജോയ് ചെയ്ത് ഓരോ സ്റ്റെപ്പും എനിക്ക് എക്സ്റ്റസ് ചെയ്യാം. സിഗ്നലിൽ വീഴുന്നതും വണ്ടി ഓടിക്കുന്നതെല്ലാം ഭയങ്കര എക്സ്റ്റസ് എനിക്ക് ഡ്രൈവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ പോലെ ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് എനർജി കയറിക്കൊണ്ടേയിരിക്കും. മൂന്നാറൊക്കെ രാവിലെ കയറിയിട്ട് വൈകിട്ട് ഇറങ്ങും. എറണാകുളത്ത് നിന്ന് ഫുള്ള് ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചിറങ്ങും. അപ്പൊ എനിക്ക് ഇങ്ങനെ എനർജി കയറിക്കണം. അപ്പൊ എന്നോട് ഒരു പ്രാവശ്യം ഒരാൾ ചോദിച്ചു, നീ ടയർഡ് ആയില്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ടയർഡാന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതങ്ങനെ എനിക്ക് അറിയത്തോലില്ലേ ടയർഡ് ആവും എന്നുള്ളത്. പിന്നെ കുറെ നാള് കഴിഞ്ഞപ്പോഴാ ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഭയങ്കര പേടി വരുന്നുണ്ട്, ഇവർക്ക് ടെൻഷൻ ഇങ്ങനെ ഉള്ളിൽ വറിയ, അയ്യോ അവിടുന്ന് ഒരു വണ്ടി ഇവിടുന്ന് ഒരു വണ്ടി, ഇങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ട്. ഇരിക്കുന്നവർക്കുണ്ട്. ഇവിടെ ഒരാളിരുന്ന് എന്റെ സൈഡിൽ ഇരിക്കുന്ന ആൾ ടെൻഷനായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോട്ടല്ല, എനിക്ക് ഓപ്പോസിറ്റാ. ശരിക്കും എനിക്കൊരു അഡ്വഞ്ചർ പോലെ. റൈഡ്സൊക്കെ കയറുന്നത്, റൈഡ്സ് ഞങ്ങൾ കാണിച്ചുതരാം. റൈഡ്സിലൊക്കെ കയറുന്നത്
അപ്പൊ ആ സെയിം ഡ്രൈവിങ് ഇപ്പൊ നന്ദമോള് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അവളൊരു 10 മിനിറ്റ് ഓടിച്ചു കഴിഞ്ഞാൽ സൈഡിൽ ഇട്ടിട്ട് പറയും, അടുത്ത പ്രാവശ്യം എടുക്കും പറയും, ഇനി അച്ഛൻ ഓടിച്ചോളാൻ പറയും. കാരണം ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായി. എന്താവും പിന്നെ ഒരു സ്കെയർ ബേസിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് എനിക്ക് പറയാനകത്തില്ല നീ കെയർലെസ് ആയിട്ട് വിടാൻ പറ്റത്തില്ല. മനസ്സിലായി? അപ്പൊ അവളുടെ പറയാനകത്തില്ല നീ ഫ്രീ ആയിട്ട് അങ്ങ് ഇരിക്കും, ഇത് ചുമ്മാ നീ വണ്ടി അങ്ങ് ഓടിച്ചു പ്രശ്നമല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഫിയർ വെച്ചിട്ടാണ് അവള് ആ സിഗ്നലിൽ നിർത്തി സേഫ് ആയിട്ട് ഓടിക്കുന്നത്. അപ്പൊ ആ ഫിയർ ശരിക്കും അവൾക്ക് യൂസ്ഫുൾ ആണ് അല്ലെ? അപ്പൊ ഫിയർ യൂസ് ചെയ്യുന്ന അവളുടെ ഞാൻ പോയി സെൽഫ് റിയലൈസേഷൻ ടീച്ചിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവള് പിറ്റേ ദിവസം മുതൽ ശരിക്കും ഓക്കെ അച്ഛൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, സെൽഫ് റിയലൈസ് വെച്ചാൽ ടെൻഷൻ ഇല്ലാത്ത സ്റ്റേറ്റ്, പ്രിസ്ക്രൈബ് ഡ്യൂട്ടി ചെയ്യുക, ഓടിക്കാൻ പറഞ്ഞു ഓടിക്കുക, വിട്ടങ്ങ് പോവാണെങ്കിൽ മനസ്സിലായോ? അപ്പൊ ആ ഫിയർ വരുമ്പോഴാണ് ശരിക്കും സ്റ്റോപ്പ് ചെയ്ത് ഉള്ളിലൊരു തീ വരും, വണ്ടി വരുന്നുണ്ടോ നോക്കാം. അപ്പൊ ഫിയർ ആണ് ശരിക്കും ഡ്രൈവ് ചെയ്യിക്കുന്നത് ഈ ആക്ഷൻസ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് സെൽഫ് റിയലൈസേഷനും എലിജിബിൾ അല്ല, സെൽഫ് റിയലൈസേഷൻ കിട്ടിയാലും യൂസ്ഫുൾ ആയിരിക്കത്തില്ല. അപ്പൊ അതാണ് ശരിക്കും നോൺ സെൽഫ് റിയലൈസ് നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം, എല്ലാവരുടെയും സ്റ്റേറ്റ്, ഹ്യൂമൻ സ്റ്റേറ്റ്. സെൽഫ് റിയലൈസ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുണ്ടിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റാ, ഭയങ്കര എക്സ്റ്റസിയും ബ്ലിസ്സും പീസും ഭയങ്കര രസമാണ്. ശരിക്കും പ്രശ്നങ്ങൾ വരുമ്പോഴും ഭയങ്കര എക്സ്റ്റസിയാ. ഒരു പ്രാവശ്യം പണ്ട് തോലെ എനിക്ക് ബൈക്ക് കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് പഞ്ചറായി, പോകുന്ന വഴിക്ക് പഞ്ചറായി സൈഡിലോട്ട് നിർത്തി, എനിക്ക് ഭയങ്കര എക്സ്റ്റസി, ബൈക്ക് പഞ്ചറായി, ഇനി അടുത്ത ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്റ്റേഷനിൽ അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടെ റിപ്പയർ ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കണം, അവിടുന്ന് ആളിനെ വിളിച്ചുകൊണ്ട് തിരിച്ചു വരണം. എനിക്ക് എല്ലാ അഡ്വഞ്ചറാണ്. പിന്നെ ബസ്സിൽ കയറുന്നു, ബസ്സിൽ കുറച്ച് ആൾക്കാരെ കാണും, ഇത് ഫുള്ള് എക്സ്റ്റസിയാ. തിരിച്ചു വരുമ്പോൾ ബൈക്ക് റോഡിൽ കൂടെ ഉരുട്ടിക്കൊണ്ട് പോവുക. എന്തൊരു ഭാഗ്യം, വേറെ എങ്ങനെ നിന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു തരി പോലും ഇല്ല. പക്ഷെ എങ്ങനെ പഞ്ചറായി, അങ്ങനെയുള്ള ബാഡ് ലക്ക് ആയിപ്പോയി, എന്തോ സംഭവിച്ചു, നെഗറ്റീവായിട്ട് സംഭവിച്ചു, അങ്ങനൊന്നും ഇല്ല. മനസ്സിലായി? അത് ഫിസിക്കലായിട്ട് എന്തോ പ്രോബ്ലം ഉണ്ട് ടയറിന്, ആ ടയർ മാറ്റും, അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു സ്റ്റേറ്റ്, മനസ്സിന്റെ ഒരു പെർസെപ്ഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ കർമ്മയോഗത്തിന്റെ അകത്ത് ഈ വേഴ്സസിൽ കൂടെ നമ്മൾ പെർസെപ്ഷൻസ് ആണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്, റൈറ്റ് പെർസെപ്ഷൻസ്, കാഴ്ചപ്പാട് ചേഞ്ച് ആയാൽ, ഇപ്പൊ നന്ദമോൾ എൻ്റെ അടുക്ക വന്നിരുന്നു മനസ്സിൽ അവിടെ പെർസെപ്ഷൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് അപ്പൊ അവർക്കൊരു ടെസ്റ്റ് ആയിട്ട് മാറും. ബ്ലൂ എനർജി കയറുന്ന അനുസരിച്ച് ഇവൻ ആക്റ്റീവ് ആയി തുടങ്ങും. അപ്പം ആ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അവിടെ അൾട്ടിമേറ്റ് എയിം സെൽഫ് റിയലൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ ഭഗവാനിലെത്തുക. എപ്പോഴാണ്? മരണം കഴിഞ്ഞല്ലേ, ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഭഗവാനിൽ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ അൾട്ടിമേറ്റ് എയിം എങ്കിൽ. അപ്പൊ അവള് വരുന്നത് എൻ്റെ അടുക്കൽ സെൽഫ് റിയലൈസ്ഡ് ആയിട്ടില്ല, സെൽഫ് റിയലൈസേഷൻ ആകുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഇവളങ്ങനെ ശരിക്കും സംഗീതം അങ്ങനെ ശരിക്കും എന്നോട് ട്രാവൽ ചെയ്ത് വന്നതിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഞാൻ പറയാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ഈ പ്രോസസ് ചെയ്യാൻ പറയാം. അപ്പൊ അതിൻ്റെ അകത്ത് പ്രത്യേക തരം പ്രോസസ് റൺ ചെയ്തിട്ട് സെൽഫ് റിയലൈസേഷൻ്റെ ഒരു ലെവൽ കൂട്ടി കൊടുക്കും. അന്നേരം അടുത്ത പ്രാവശ്യം വണ്ടി ഓടിക്കുമ്പോൾ ഈ ഉള്ളിലുണ്ടാകുന്ന കാളലും തീയും ഒന്നും കാണത്തില്ല. അപ്പൊ അവള് പറയും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ ഇവള് ഫുള്ളായിട്ട് ഈ കംപ്ലീറ്റ് ഈ ടെൻഷന്റെ പരിപാടി മൊത്തത്തിലുണ്ട് എന്ന് വെച്ചാൽ കാണത്തില്ല. എങ്ങനെയാ? ഞാൻ അവളെ ഇരുത്തി പ്രോസസ് റൺ ചെയ്യുമ്പോൾ, ഞാൻ എന്ന് വെച്ചാൽ ഗുരു ഡിവൈൻ പ്രോസസ് റൺ ചെയ്ത് ക്ലീൻ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കിത് പോകും. പക്ഷെ അവള് കാണുന്നത് അവിടെ ഫിയേഴ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫിയേഴ്സ് കാണിച്ചു കൊടുക്കും, ഇതൊക്കെ ഉണ്ട് എന്നുള്ള കാണിച്ചു കൊടുക്കും. 90% ഓഫ് ദ ടൈം അറിയത്ത് പോലും ഇല്ല ഫിയർ ഉണ്ടെന്നുള്ളത്, പെർസെപ്ഷൻ എന്താണെന്നുള്ളത് ഒന്നും അറിയില്ല കേട്ടോ. അവൾ ഇത്ര എക്സ്ട്രീം ഒന്നുമില്ല കേട്ടോ, സൂപ്പർ ആയിട്ട് ഡ്രൈവ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ അതാണ് സ്റ്റേറ്റ് ഫിയർലെസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഉള്ളില് ഞാൻ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ള തോട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. ഞാൻ ഡ്രൈവ് ഞാൻ ഒരു വ്യക്തി ഇവിടുന്ന് ഡ്രൈവ് ചെയ്യുന്നില്ല എന്നുള്ള എന്റെ ഫീലിംഗ്, അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ലാത്തത്. മനസ്സിലായി? കാരണം ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ പോലും കാണത്തില്ല ഇതൊക്കെ മിക്കവാറും ഡ്രൈവേഴ്സിന് ഉള്ളതാവട്ടെ, ഞാൻ മാത്രമൊന്നുമില്ല, ഒത്തിരി ഡ്രൈവേഴ്സ് ഉണ്ട് ഇതുപോലെ. ഓർമ്മ പോലും കാണത്തില്ല ഏത് സിഗ്നൽ പാസ് ചെയ്ത് എവിടെ പാസ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി പോയപ്പോൾ ഡ്രൈവ് ചെയ്ത് പോയത്, അവിടെ ചെല്ലുമ്പോൾ ഒരു സിനിമയൊക്കെ കണ്ട് വേറൊരു ലോകത്തായിരുന്നു. 1 മണിക്കൂർ പോയത് അറിഞ്ഞതുപോലും ഇല്ല. ഏത് സിഗ്നൽ എടുത്ത് ഏത് റോഡിൽ കൂടെ എപ്പോൾ ഓടിച്ചു ഒരു ഓർമ്മയില്ല.
പക്ഷെ നല്ല സൂപ്പറായിട്ട് ഓടിക്കുകയും ചെയ്യും. കാരണം എന്താ, ഞാനല്ല ശരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ശരിക്കും ഞാനല്ലെങ്കിൽ പിന്നെ ആരാ ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരത്തില്ല. അതാണ് ശരിക്കും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡ്യൂട്ടീസ് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നുള്ള അവയർനെസ് മാത്രം മതി നിങ്ങൾക്ക്. അതും ഇന്നത്തെ പ്രോസസ്സിൽ അതും വേണ്ട. ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ വന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ് എന്താണെന്നുള്ള ഇപ്പൊ എനിക്ക് റിവിലേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, പക്ഷെ ഒരു ഇൻട്രോ തന്നതേ ഉള്ളൂ. എന്താണ് ആത്മസാക്ഷാത്കാരം എന്നുള്ളൊരു ഇൻട്രോ, ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടോ? ഡ്യൂട്ടീസ് ചെയ്യുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു വെച്ച് ഡ്യൂട്ടീസ് ചെയ്ത് നേരത്തെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മുടെ പ്രോസസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്, ടെൻഷൻ ഇല്ല എന്നങ്ങനെയുള്ള എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെ ടെൻഷൻ കുറവാണ്? കാരണം ചിലപ്പോൾ ഇത് സ്ലോ ആയിരിക്കും, നമ്മുടെ പെർസെപ്ഷൻസ് കയറുന്ന സ്പീഡ് അനുസരിച്ച് ചിലപ്പോൾ സ്ലോ ആയിരിക്കും. ഓക്കെ, ഞങ്ങൾ പറയാം. അവള് സ്റ്റേറ്റ് കയറി ബ്ലാങ്ക് ആയിട്ട് ഇരിക്കും അവിടെ. ഓക്കെ, ഞാൻ കൃഷ്ണനോട് ചോദിക്കട്ടെ, അപ്പൊ എന്താ പ്രോസസ് എന്ന് ചോദിക്കട്ടെ. കൃഷ്ണൻ പറയുന്നത് ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡ്യൂട്ടി. പ്രോസസ്സിന്റെ അകത്തോട്ട് കയറി ഇന്നലെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കാണും, ഇത് കാണും, മറ്റേത് കാണും, ഇങ്ങനെ കാണും, അങ്ങനെ ഫീൽ ചെയ്ത് ഒരുപാട് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇന്നത്തെ പ്രോസസ്സിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അതാണ് ഫസ്റ്റ് പറയുന്നത്. പക്ഷെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഷിഫ്റ്റ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ ടെൻഷൻസ്, വറി, ഫിയർ, ആങ്സൈറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്നലത്തെ അത്രയും എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ പ്രോസസ്സ് കൂടെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഹാർട്ടിൽ എക്സ്റ്റസി ഫീൽ ചെയ്ത് തുടങ്ങും, മനസ്സിൽ പീസ് ഫീൽ ചെയ്ത് തുടങ്ങും, ബോഡിയിൽ ബ്ലിസ് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ ഷിഫ്റ്റ് കാണാൻ പറ്റും. അപ്പൊ എനർജി ഇങ്ങനെ പറഞ്ഞ ഹാർട്ടിലോട്ട് അടിക്കുന്ന ഫീൽ ചെയ്യാൻ പറ്റും. അത് ഫീൽ ചെയ്യാം. അതാണ് കൃഷ്ണൻ പറയുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ സെൽഫ് റിയലൈസേഷൻ നിങ്ങൾക്ക് ആവുമോ, കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേണ്ട. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ച എനിക്ക് കിട്ടുമോ, അല്ല ഇത് ഇത്ര നല്ല സ്റ്റേറ്റ് ഒക്കെ ഉണ്ടോ, എനിക്ക് പറ്റത്തില്ല, എല്ലാവർക്കും പറ്റുമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ച അല്ലെ? ചിരിക്കുന്നുണ്ട് ഇടയ്ക്കിടെ. അപ്പൊ അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങളുടെ അതും ഡൗട്ടും ഇതിൻ്റെ അകത്ത് ബാധകമല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു സർജൻ എടുക്കി ചെല്ലുക, ന്യൂറോ സർജൻ ആണെങ്കിൽ ബ്രെയിൻ ഓപ്പൺ ചെയ്യാൻ പുള്ളിക്ക് പറ്റുമോ, നടക്കുമോ? എന്റെ ബ്രെയിൻ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ സ്പെഷ്യൽ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കിടന്നു കഴിഞ്ഞാൽ അനസ്തേഷ്യ തരും, പുള്ളി കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയും ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെ എന്തായാലും ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രെയിൻ്റെ അകത്ത് ഷിഫ്റ്റ് നടക്കും. അതും കൃഷ്ണനാണ് ചെയ്യാൻ പോകുന്നത്, രാധാകൃഷ്ണൻ. അപ്പൊ ഡൗട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട ഈ രണ്ട് സ്റ്റേറ്റിന്റെ ഡിഫറൻസ് ഒബ്സർവ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ പ്രോസസ്, ഇപ്പൊ ഇന്നലത്തെ മുമ്പ് നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിന്റെ അറ്റ്ലീസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. നാളെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എക്സ്പയർ ആയ പോലെ എടുക്കും. ഒരു 10 വർഷം മുമ്പ് നടന്നുകൊണ്ടിരിക്കും നമ്മുടെ തോട്ട്സ് ഒക്കെ. ഇപ്പൊ നോട്ട് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു സ്റ്റേറ്റ്, ഇപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ് എന്താണ്, നാളെ എന്താണ് സ്റ്റേറ്റ്,
കാരണം ഉറക്കത്തിൽ നടക്കാൻ പോകുന്നത്. അതാ പറയുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളത്. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് ശരിക്കും പ്രോസസ്സ് നടക്കുന്നത്, ചേഞ്ച് നടക്കുന്നത്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേറൊരു സ്റ്റേറ്റ് പോലെ തോന്നും, ഭയങ്കര ബ്ലിസ് ആയിട്ട് തോന്നും, അങ്ങനെ തോന്നും. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് കയറി കഴിയുമ്പോൾ ആ സ്റ്റേറ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ, അത് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷണമാണ് ശരിക്കും അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി. നിരീക്ഷിക്കാനുള്ള ഒരു മനസ്സ് വേണം, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കയറി ഇളക്കരുത് സ്റ്റേറ്റിന്. മനസ്സിലായി? ഡൗട്ട് വെച്ചിട്ടോ ഫിയർ വെച്ചിട്ടോ അനലൈസ് ചെയ്ത് സ്റ്റേറ്റിന് ജസ്റ്റ് ബ്രീത്തിങ്, അത്രേ ഉള്ളൂ. നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ നിരീക്ഷണം ഉള്ള സ്റ്റേറ്റ് ആണ് സെൽഫ് റിയലൈസേഷൻ. നിരീക്ഷണമാണ്. അപ്പോൾ വാട്ട് ഈസ് സെൽഫ് റിയലൈസേഷൻ? ഒറ്റ ചോദ്യം ചോദിക്കണം, നിരീക്ഷണം, അത്രേ ഉള്ളൂ. അത് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതിന് ലെവൽസ് ഉണ്ട്. ഒരു ഇനിഷ്യൽ ലെവലിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓൾറെഡി നിങ്ങൾക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിന്റെ ഡീപ്പനിങ് ഉണ്ടാവും, സ്റ്റേറ്റ് ഡീപ്പ് ആവും. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത പറയുന്നത് വെച്ചാൽ വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആത്മസാക്ഷാത്കാരം ആയി ലെവൽ, ഇനിഷ്യൽ ലെവൽസ് ആയിരിക്കും. ഇനിഷ്യൽ ലെവൽസ് ആകുമ്പോൾ ചിലപ്പോൾ ചിലർ അറിയത്തേ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കയറുമ്പോൾ, ഇപ്രാവശ്യം അറിഞ്ഞാൽ അടുത്ത 3 days പ്രോസസ് വരുമ്പോൾ എന്തായാലും ഒരു ലെവലൂടെ കയറുമ്പോൾ അറിയാനൊക്കെ തെളിയും. ഇപ്രാവശ്യം എന്തായാലും സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ സട്ടിൽ ഡിഫറൻസ് ആണ്. മനസ്സിന് ഇപ്പൊ ഇന്നലെ നിങ്ങളുടെ സ്റ്റേറ്റ് എന്തായാലും ഇന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ പോലും കാണത്തില്ല, അല്ലേ? കാരണം ഒരു ദിവസം കഴിഞ്ഞു. അപ്പൊ അതേപോലെ നാളെ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയും കാണത്തില്ല, ഒരു ഓർമ്മയും കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എഴുതിയിട്ടിട്ട് ഇത് നിരീക്ഷിച്ചിട്ട് അത് നിരീക്ഷണത്തിലൂടെ നമ്മൾ വിശ്വാസത്തിലോട്ട് വരണം. ശരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും എനിക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ ഇനിഷ്യൽ ലെവലിലോട്ട് കയറിയിട്ടുണ്ടെന്നും ഉള്ളത് ഞങ്ങളിവിടെ ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാനുണ്ട് നിങ്ങളുടെ ലെവൽ നമ്പർ. അത് ഞങ്ങൾ നോക്കിയിട്ട് പറയാം. പറയാൻ അറിയാൻ നോക്കുക എത്രയാണ് ലെവൽ കയറി, എല്ലാം ഇവിടെ അറിയാനുണ്ട്. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ചോദിച്ചാൽ മതി, ഞങ്ങൾ പറഞ്ഞുതരും എത്രയായി ലെവൽ, എവിടെ വരെ എത്തിയിരുന്നു. പക്ഷെ അത് നമ്പർ ഞങ്ങൾ പറയുന്നത് നിർത്തി, കാരണം ആൾക്കാർ കമ്പയർ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നിർത്തിയത്. അല്ലെ ലെവൽ കറക്റ്റ് ഞങ്ങൾ പറയാം 0 to 1000 എത്ര ആണെന്ന്. സീക്രട്ട് ആയിട്ട് വെക്കാം, അങ്ങനെ പറഞ്ഞുതരാം. അപ്പൊ അത് സെൽഫ് റിയലൈസേഷൻ കഴിയുമ്പോൾ ഈ റെക്കഗ്നിഷൻ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം, ഈ ഒരു ഷിഫ്റ്റ് എൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടെന്നുള്ളത്. നിങ്ങൾ സ്വന്തം എക്സ്പീരിയൻസ് കൂടെ അത് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് വരും. സപ്പോസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു കർമ്മമാണ്. കുക്ക് ചെയ്യുന്നത് ശരിക്കും നിങ്ങൾക്ക് മിക്കവാറും കുക്ക് ചെയ്യുന്ന പ്രശ്നമല്ലായിരിക്കും. പക്ഷെ കുക്ക് ചെയ്യുമ്പോഴും ചിലപ്പം വറീസ്, ആങ്സൈറ്റി, ഫിയർ അല്ലെങ്കിൽ ഒരു ഗോള് കാണും. എന്ന് വെച്ചാൽ എനിക്ക് അപ്രിസിയേഷൻ കിട്ടണം, എനിക്ക് എപ്പോഴും സൂപ്പർ ആണെന്ന് ചേട്ടൻ പറയണം. ഈ ഓരോ പ്രാവശ്യവും എന്നോട് പറഞ്ഞു സൂപ്പറാണ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഫീഡ്ബാക്ക് ഇങ്ങനെ ഓരോ ദിവസം നമുക്ക് വേണം. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും കുക്ക് ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം അപ്പൊ വെറിയും ഫിയർ, ആങ്സൈറ്റിയും വരും. ചിലപ്പോൾ എക്സൈറ്റേഷൻ ആയിരിക്കും. എക്സൈറ്റേഷൻ സെയിം ആണ്, ഓപ്പോസിറ്റ് സൈഡാണ്. ഇതില്ലാതെ നിങ്ങൾക്ക് ഈ കുക്കിംഗ് ചെയ്യാൻ പറ്റും. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുക്കിംഗ് മാത്രമായിരിക്കും, ബോഡി ചുമ്മാ ഇങ്ങനെ കുക്ക് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഓർക്കുന്നില്ല, നിങ്ങൾ അവിടെ പ്രസന്റ് അല്ല, എന്ന് വെച്ചാൽ തോട്ട്സ് കാണത്തില്ല. പിന്നെ ഓരോ പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കും, ഓരോ ഇംപ്രവൈസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതുപോലെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, ഓട്ടോമാറ്റിസിറ്റി കാണാൻ പറ്റും. അന്നേരം അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം, ഗ്രൂപ്പിൽ വന്നിട്ട് ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഇത് രജിസ്റ്റർ ആവുന്ന ബ്രെയിനിൽ. ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യണം ഇവിടെ. പിന്നെ ഇവിടെ വന്ന് ഷെയർ ചെയ്ത് ഉറപ്പിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പറയും ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള സ്റ്റേറ്റ്. എന്നിട്ട് പിന്നെ ആൾക്കാരോട് പറയാം. അങ്ങനെ ശരിക്കും നമ്മൾ ഉറപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കൊക്കെ ഞാൻ ചോദിക്കട്ടെ, പ്രോസസ് എന്താണ്? കണ്ണടച്ചിട്ട്
ഓക്കെ, കണ്ണു തുറന്നു.